الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إن المتقين في مقام أمين في جنات وعيون يلبسون من سندس واستبرق متقابلين كذلك وزوجناهم بحور عين يدعون فيها بكل فاكهة آمنين لا يذوقون فيها الموت إلا الموتة الأولى ووقاهم عذاب الجحيم فضلا من ربك ذلك هو الفوز العظيم. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ 10 ദിവസങ്ങളിൽ മലയാളികളായ ആളുകൾ എവിടെയെല്ലാമുണ്ടോ അവരെല്ലാവരും ശ്രദ്ധിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്ത ഒരു വാർത്ത എന്ന് പറയുന്നത്, നമ്മുടെ കൂട്ടത്തിലെ ഒരു സഹോദരൻ, മലയാളിയായ ഒരു സഹോദരൻ, കർണാടകയിലെ ഷിരൂർ ആങ്കോല പ്രദേശത്ത് സംഭവിച്ച അപകടത്തിൽപ്പെടുകയും ആ അപകടത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടോ അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഒരുപക്ഷെ നമ്മളെല്ലാവരും ഒരു ദിവസത്തിൽ പലതവണ ശ്രദ്ധിച്ച വാർത്ത എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഉണ്ടാവില്ല. ഒരു ദുരന്തം, ഒരു പ്രയാസം കാണുമ്പോൾ ആ പ്രയാസത്തിൽ വേദനിക്കുകയും അതിൻ്റെ സത്യാവസ്ഥകൾ അറിയാൻ വേണ്ടി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളത് നല്ല മനസ്സിൻ്റെ അടയാളമാണ് എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഈ സംഭവത്തിൽ നിന്ന് വിശ്വാസികളായ നമ്മളെല്ലാവരും പഠിച്ചെടുക്കേണ്ട ഒട്ടനവധി പാഠങ്ങളുണ്ട്. നമ്മുടെ ഒരു സഹോദരൻ ദുരിതത്തിലേക്ക് എടുത്തെറിയപ്പെട്ടപ്പോൾ ആ സഹോദരനെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധ്യമാകുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച്
അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ മിമ്പറിൽ കയറുന്നതിൻ്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പും ആ നാടുമായി ബന്ധപ്പെട്ട അവിടെ നിന്ന് വരുന്ന വാർത്തകൾ ശ്രദ്ധിക്കുകയുണ്ടായി. ഇതുവരെയുള്ള സമയം ആ സഹോദരനെ കണ്ടെത്താനോ അദ്ദേഹത്തിൻ്റെ ട്രക്ക്, ലോറി അത് കൃത്യമായി എടുത്തുകൊണ്ടുവരുവാനോ സാധ്യമാകാത്ത ഒരവസ്ഥയിലാണുള്ളത്. ഞാൻ ആ സംഭവത്തിലേക്ക് പോവുകയല്ല. നോക്കൂ നിങ്ങൾ, എത്ര മനുഷ്യന്മാരാണ്, എത്ര സംവിധാനങ്ങളാണ് ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞ 10 ദിവസങ്ങൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ വാർത്തകൾ ഒരുപക്ഷെ ഒരു സെക്കൻഡ് പോലും വിടാതെ നമ്മുടെ മലയാള മാധ്യമങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ശ്രമിച്ചിട്ടും ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട അദ്ദേഹം എവിടെയാണ് എന്ന് കണ്ടെത്താൻ പോലും ഇതുവരെ സാധ്യമായിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നിസ്സഹായാവസ്ഥ ഇതിലൂടെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്ന ആളുകളാണ്. വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഇതുപോലെ ഒരു ദുരന്തത്തിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെട്ടാൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ചുറ്റുപാടിൽ പല സംവിധാനങ്ങളുമുണ്ട്, പല സൗകര്യങ്ങളുമുണ്ട്, നമുക്കൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും, പ്രശ്നങ്ങളും പ്രതിസന്ധികളൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന തിരിച്ചറിവോടെയാണ് പല ആളുകളും മുന്നോട്ട് പോകുന്നത്. എന്നാൽ നമ്മളെല്ലാവരും നിസ്സഹായരാണ്. അപകടങ്ങളിലേക്ക് എടുത്തെറിയപ്പെട്ടാൽ റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ തിരിച്ചു വരാൻ സാധ്യമാവുകയുള്ളൂ എന്ന അടിസ്ഥാന പാഠം വിശ്വാസികളായ നമ്മളെല്ലാവരും ഇത്തരം ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്, ഉൾക്കൊള്ളേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ദുനിയാവിൽ നമ്മുടെ ജീവിതം ദുരന്തത്തിലേക്ക് എടുത്തെറിയപ്പെട്ടാൽ ഇവിടെ നമ്മളെ സഹായിക്കാനും രക്ഷപ്പെടുത്താനും ആരും ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ എല്ലാവരും ശ്രമിച്ചാൽ പോലും അതിന് സാധ്യമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഇത് ദുനിയാവിലെ ദുരിതമാണ്, ദുനിയാവിലെ അപകടമാണ്. ഈ ദുനിയാവ് ഒരിക്കലും ശാശ്വതമല്ല. ഈ ദുനിയാവിനപ്പുറം ഒരു ലോകം നമുക്ക് വരാനുണ്ട്. ആ ദുനിയാവിൽ നമ്മുടെ ജീവിതമെങ്ങാനും അപകടത്തിലേക്ക് എടുത്തെറിയപ്പെട്ടാൽ അവിടെ നമ്മളെ സഹായിക്കാനും നമ്മളെ ചേർത്ത് പിടിക്കാനും നമുക്ക് വേണ്ടി വക്കാലത്ത് പറയാനും നമ്മുടെ വാർത്തകൾ മറ്റുള്ളവരെ അറിയിക്കാനും ആരും ഉണ്ടാവുകയില്ല എന്ന യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു സഹോദരൻ അപകടത്തിൽപ്പെട്ടപ്പോൾ ആ സഹോദരൻ്റെ വാർത്ത മാലോകരെ അറിയിക്കാൻ എത്രയെത്ര മാധ്യമങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തെ സഹായിക്കാൻ, രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്ത MLA-മാരും അതേപോലെ തന്നെ മറ്റുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടു. അത് ഈ ദുനിയാവിലാണ്. എന്നാൽ പരലോകത്ത് നമ്മുടെ ജീവിതം ദുരിതമാണ് എങ്കിൽ, ദുരന്തമാണ് എങ്കിൽ അവിടെ ആരാണ് നമുക്ക് കൂട്ടിനുണ്ടാവുക? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അന്നത്തെ ദിവസം വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ പേടിക്കണമെന്നാണ്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ ദിവസത്തിൽ നിങ്ങളെ സഹായിക്കാനും നിങ്ങളെ ചേർത്ത് പിടിക്കാനും നിങ്ങൾക്ക് ശുപാർശ പറയാനും ആരുമുണ്ടാകാത്ത ഒരു ദിവസമാണ് ആ ദിവസമെന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദുനിയാവിലെ ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഈ ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും ഒക്കെ അപ്പുറത്ത് മറ്റൊരു ജീവിതം നമുക്ക് വരാനുണ്ട്. അവിടെ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല, അവിടെ നമ്മൾ വിജയിക്കണം. ഇവിടെ ഒരുപക്ഷെ ഏറ്റവും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനമെന്ന് പറഞ്ഞാൽ അത് മരണമാണ്. ആ മരണത്തിനപ്പുറം ഈ ലോകത്ത് വലിയ ദുരിതമൊന്നും നമുക്കാർക്കും സംഭവിക്കാനില്ല. അത് നമ്മൾ വിചാരിച്ചാലും ഇല്ലെങ്കിലും ആ മരണം നമ്മളെ എല്ലാവരെയും പിടികൂടുക തന്നെ ചെയ്യും. ലാ യസ്തഅഖിറൂന സഅതൻ വലാ യസ്തഖദിമൂന എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു നിശ്ചയിച്ച സമയത്തിൽ നിന്ന് ഒരു നിമിഷം പോലും മുന്നോട്ട് പോവുകയില്ല. റബ്ബ് എപ്പോഴാണോ നമ്മുടെ മരണം നിശ്ചയിച്ചിട്ടുള്ളത് ആ സമയത്ത് നമ്മുടെ മരണം നമ്മളെ പിടികൂടും. അതുകൊണ്ട് തന്നെ ആ മരണത്തിനപ്പുറമുള്ള ലോകത്ത് വിജയിക്കാനുള്ള വിഭവങ്ങൾ ഒരുക്കാൻ, അതിനുവേണ്ടി മത്സരിക്കാനാണ് വിശ്വാസികളായ ഓരോ ആളുകളും ശ്രദ്ധിക്കേണ്ടത് എന്ന് ദുനിയാവ് നമ്മളെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ഖുത്ബകളിലൂടെ വിജയിക്കുന്ന ആളുകളുടെ അടയാളങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പരലോകത്തെങ്ങനെയാണ് വിജയിക്കുക? പരലോകത്തെങ്ങനെ പരാജയപ്പെടാതിരിക്കും? പരലോകത്ത് വിജയിക്കണമെങ്കിൽ വിശ്വാസമുണ്ടാകണം, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണമെന്ന് കഴിഞ്ഞ 2 ഖുത്ബകളിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. വിജയികളുടെ 3-ാമത്തെ അടയാളം, പരലോകത്ത് നമ്മുടെ ജീവിതം ദുരന്തമാകാതിരിക്കാൻ
പരലോകത്ത് നമ്മുടെ ജീവിതം പരാജയമാകാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്ന വഴിയാണ് ദുനിയാവിൽ നമ്മൾ തഖ്വയോടുകൂടെ ഭക്തിയുള്ളവരായി ജീവിക്കുക എന്നുള്ളത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ദുഹാനിലെ 51 മുതൽ 57 വരെയുള്ള ആയത്തുകളാണ് ആമുഖമായി ഞാൻ ഓതിക്കേൾപ്പിച്ചത്. ആ ആയത്തിന്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു പറയുന്നത് ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ. പ്രയോഗം തന്നെ നോക്കൂ നിങ്ങൾ. ഇന്നൽ മുത്തഖീന, മുത്തഖീങ്ങളായ ആളുകൾ അഥവാ സൂക്ഷ്മത പാലിച്ച ആളുകൾ അവരെവിടെയാണ്? തീർച്ചയായും നിർഭയമായ വാസസ്ഥലത്താകുന്നു. ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ ഫീ ജന്നാത്തിൻ വ ഉയൂൻ. അവരെവിടെയാണ്? ഫീ ജന്നാത്തിൻ, അവര് തോട്ടങ്ങൾക്കും അരുവികൾക്കുമിടയിലാണ്. തോട്ടങ്ങൾക്കും അരുവികൾക്കുമിടയിൽ. അൽബസൂന മിൻ സുന്ദുസിൻ വ ഇസ്തബ്റഖിൻ മുതഖാബിലീൻ. അവർ വളരെ നേർത്ത പട്ടും അതേപോലെ തന്നെ കട്ടിയുള്ള പട്ടുമൊക്കെ ധരിച്ചുകൊണ്ട് പരസ്പരം മുഖാമുഖം ചേർന്നിരിക്കുന്ന ആളുകളാണ്. ആരാണ് അവര്? മുത്തഖീങ്ങളായ ആളുകൾ, ദുനിയാവിൽ സൂക്ഷ്മത പാലിച്ച ആളുകൾ, ദുനിയാവിൽ തഖ്വയോടുകൂടെ ജീവിച്ച ആളുകൾ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു പറഞ്ഞു ഫളലം മിർ റബ്ബിക ദാലിക ഹുവൽ ഫൗസുൽ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ഔദാര്യമാണ് ഈ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ. ആർക്ക്? മുത്തഖീങ്ങളായ ആളുകൾക്ക്, സൂക്ഷ്മത പാലിച്ച ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്നുള്ള മഹത്തായ ഭാഗ്യമാണ്, വിജയമാണ് ഈ സൗഭാഗ്യങ്ങളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നു. അപ്പോൾ നോക്കൂ നിങ്ങൾ, ആരാണ് പരലോകത്ത് വിജയിക്കുന്നവർ? ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് പരലോകത്ത് വിജയിക്കുന്ന ആളുകൾ ദുനിയാവിൽ സൂക്ഷ്മത കാണിച്ച ആളുകളാണ്, ഭക്തിയോടുകൂടെ ജീവിച്ച ആളുകളാണ്. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ആയത്ത് എന്താ? ഇന്നത്തെ ഖുത്ബയുടെ തുടക്കത്തിലും ഞാൻ ആയത്ത് ഓതി, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എല്ലാ വെള്ളിയാഴ്ചകളിലും മിമ്പറിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ആയത്താണത്. തഖ്വയുള്ള ആളുകളാകണം, സൂക്ഷ്മതയുള്ള ആളുകളാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചു, വലഖദ് വസ്സൈനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബലികും വഇയ്യാകും അനിത്തഖുല്ലാഹ്. ഇന്നലകളിൽ കഴിഞ്ഞുപോയ ആളുകൾ, ഇനി വരാനിരിക്കുന്ന മനുഷ്യന്മാർ, ഇന്നുള്ള ആളുകൾ, എല്ലാവരോടും, ലോകത്തുള്ള സകല മനുഷ്യരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വസിയത്ത് എന്ന് പറഞ്ഞാൽ അത് തഖ്വയുള്ളവരാകാനാണ്, ഭക്തിയുള്ളവരാകാൻ വേണ്ടിയാണ്, സൂക്ഷ്മത പാലിക്കുന്ന ആളുകളാകാൻ വേണ്ടിയാണ്. മഹാനായ നൂഹ് നബിയുടെ ദഅവത്തിന്റെ ചരിത്രം ഖുർആൻ വിശദീകരിക്കുമ്പോൾ അല്ലാഹു പറഞ്ഞു, ഇത് ഖാല ലഹും അഖൂഹും നൂഹുൻ അല്ലാ തത്തഖൂൻ. നൂഹ് നബി അവരുടെ സമൂഹത്തിലേക്ക് വന്നിട്ട് അവരോട് ചോദിക്കുന്ന ചോദ്യം എന്താ? നിങ്ങളെന്തേ സൂക്ഷ്മത പാലിക്കുന്നില്ലേ? നിങ്ങളെന്തേ തഖ്വയുള്ള ആളുകളാകുന്നില്ലേ? ഇത് ഖാല ലഹും അഖൂഹും ഹൂദൻ. ഹൂദ് എന്ന് പറയുന്ന അവരുടെ സഹോദരൻ അവരിലേക്ക് ചെന്നു. അദ്ദേഹം ചോദിച്ചെന്താ? അല്ലാ തത്തഖൂൻ, നിങ്ങൾ എന്തേ സൂക്ഷ്മത പാലിക്കുന്നില്ലേ? സ്വാലിഹ് നബി വന്ന് ചോദിച്ചു, അല്ലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്ന അല്ലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളാകുന്നില്ലേ? ഷുഐബ് നബിയും ലൂത്ത് നബിയും ഒക്കെ അവരുടെ സമൂഹത്തോട് ചോദിച്ച ചോദ്യമാണ്, നിങ്ങളെന്തേ സൂക്ഷ്മത പാലിക്കാത്തത്? നിങ്ങളെന്തേ തഖ്വയുള്ള ആളുകളാകാത്തത്? എന്തുകൊണ്ടാണ് ആ ചോദ്യം? തഖ്വയുള്ള ആളുകളായാൽ, ഭക്തിയുള്ള ആളുകളായാൽ അവർക്ക് പരലോകത്ത് വിജയിക്കാൻ സാധിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹൻ നബി, അല്ലയോ പ്രവാചകരെ, അല്ലയോ റസൂലേ, ഇത്തഖില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ആരുടെ കൽപ്പന? മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാ, നബിയെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നബിയോട് വീണ്ടും പറഞ്ഞു, ഖുൽ യാ ഇബാദിയല്ലദീന ആമനു തഖൂ, ഖുൽ നബിയെ പറയണം, യാ ഇബാദിയല്ലദീന ആമനു തഖൂ റബ്ബക്കും, എൻ്റെ ദാസന്മാരെ, നിങ്ങൾ അല്ലാഹുവിനെ, നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുവിൻ, അള്ളാഹുവിനെ ഭയപ്പെടുവിൻ, ഭക്തിയുള്ളവരാകുവിൻ എന്ന് പ്രഖ്യാപിക്കണം എന്ന് നബിയോട് അള്ളാഹു കൽപ്പിച്ചു. അപ്പൊ എന്നോടും നിങ്ങളോടും അല്ല പറഞ്ഞു സൂക്ഷ്മതയുള്ളവരാകാൻ. നബിയോട് അല്ല പറഞ്ഞു സൂക്ഷ്മതയോടുകൂടെ ജീവിക്കാൻ. ഓരോ നബിമാരും അവരുടെ സമൂഹങ്ങളെ പഠിപ്പിച്ചു, എന്ത്? നിങ്ങൾ സൂക്ഷ്മതയുള്ള ആളുകളാകണം. അപ്പൊ എന്താണ് ഈ സൂക്ഷ്മത? എന്താണ് ഈ തഖ്വ എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ ഭക്തി എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഏതുവരെ? നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി എത്രയാണോ നിങ്ങൾക്ക് സാധിക്കുക അത്ര നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നമ്മുടെ എല്ലാവരുടെയും കഴിവുകൾ വ്യത്യസ്തമാണ്, അറിവുകൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ എത്രയാണോ ഒരു മനുഷ്യന് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ സാധിക്കുന്നത് അത്ര നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഒരാത്മാവിനും ചെയ്യാൻ പറ്റാത്തത് അള്ളാഹു കൽപ്പിച്ചിട്ടില്ല.
ചെയ്യാൻ പറ്റാത്ത ഒന്നും അല്ല പറഞ്ഞിട്ടില്ല. നിങ്ങൾ എടുത്തു നോക്കൂ, നിങ്ങൾ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ, ഇസ്ലാമിക ശരീഅത്ത്, മനുഷ്യൻ അംഗീകരിക്കാൻ കഴിയുന്നത്, മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്നത്, മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഇസ്ലാമിൻ്റെ ശരീഅത്തിലുള്ളത്. അത് ഇസ്ലാമിക ശരീഅത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞെന്താ, നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങൾക്ക് എത്രയാണോ സാധിക്കുന്നത് അത്ര നിങ്ങൾ സൂക്ഷിക്കണം. ഒന്നുകൂടെ പറഞ്ഞു, തഖ്വ എന്ന് പറഞ്ഞാൽ വഖ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് തഖ്വയുണ്ടായത്. വഖ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം തടയുക എന്നാണ്. തടയുക എന്ന മലയാളത്തിൽ അർത്ഥം നൽകുന്ന വഖ എന്ന പദത്തിൽ നിന്നാണ് തഖ്വയുണ്ടായത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു ഹദീത്ത് കേട്ടാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്ത്, നബിയുടെ അധ്യാപനം എന്താ? ഇത്തഖുന്നാറ വലോ ബിശിഖ്ഖി തംറ. ഒരു കാരക്ക ചീളുകൊണ്ടെങ്കിലും നരകത്തെ നിങ്ങൾ തടയണം. നോക്കൂ, നിങ്ങൾ പ്രയോഗം എന്താണ്? ഒരു കാരക്കയുടെ ചീളുകൊണ്ടെങ്കിലും നരകത്തെ നിങ്ങൾ തടയണം. അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ തടയുക എന്നാണ് അർത്ഥം. തഖ്വ എന്ന് പറഞ്ഞാൽ തടയുക. മഹാനായ ഇമാം റാഗിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, തിന്മകളിൽ നിന്ന് മനസ്സിനെ പിടിച്ചു നിർത്തലാണ് തഖ്വ. തഖ്വ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദീകരണം, തിന്മകളിൽ നിന്ന് മനസ്സിനെ പിടിച്ചു നിർത്തലാണ്. ഏതുപോലെ? വിലക്കപ്പെട്ടത് ഒഴിവാക്കിക്കൊണ്ടാണ് അത് ചെയ്യേണ്ടത്. ഈ ദുനിയാവിൽ പാടില്ലാത്ത കുറേ അരുതായ്മകളുണ്ട്, തോന്നിവാസങ്ങളുണ്ട്, തിന്മകളുണ്ട്. ആ തിന്മകളെ തൊട്ട് തടയണം. എന്തിനെ തടയണം? മനസ്സിനെയും ശരീരത്തെയും തടയണം. അങ്ങനെ തടയുന്നവൻ ആരാണ്? അവൻ തഖ്വയുള്ളവനാണ്, അവൻ ഭക്തിയുള്ളവനാണ്. അതേപോലെ തന്നെ അനുവദിക്കപ്പെട്ട ചില കാര്യങ്ങൾ വെടിയുക കൂടെ ചെയ്യുമ്പോൾ തഖ്വ പൂർണ്ണമാകുമെന്നാണ്. ദുനിയാവിൽ അനുവദിച്ച കുറേ കാര്യങ്ങളുണ്ട്. ആ അനുവദനീയമായ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ചില മേഖലകളിൽ നമ്മുടെ തഖ്വ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് മഹാനായ ഇമാം റാഗിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ത്വൽഖ് ബിൻ ഹബീബ് റഹ്മത്തുള്ളാഹി അലൈഹി പ്രഗൽഭനായ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, അത്തഖ്വ അൻ തഅമല ബിതാഅത്തില്ലാഹ്. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? അൻ തഅമല ബിതാഅത്തില്ലാഹി അലാ നൂരിൻ മിനല്ലാഹ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കലാണ് തഖ്വ. ഇതാണ് ഏറ്റവും നല്ല നിർവചനം. അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതിനാണ് എന്തു പറയാ? തഖ്വ എന്ന് പറയാ. അപ്പം നീ ആലോചിക്കേണ്ടത്, നമ്മൾ ആ കൂട്ടത്തിലുണ്ടോ? നമ്മൾ ആ തഖ്വയുള്ള ആളുകളുടെ ഗണത്തിൽ ഞാനും നിങ്ങളും ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ആലോചിക്കേണ്ടതിന്. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഖ്വ എന്നാൽ അള്ളാഹുവിനെ ഭയപ്പെടലും അവൻ ഇറക്കിയത് കൊണ്ട് കർമ്മങ്ങൾ ചെയ്യലും മടങ്ങിപ്പോക്കിൻ്റെ നാളിനായി തയ്യാറാകലുമാണ്. 3 നിർവചനമാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്നെന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? തഖ്വ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ വിശുദ്ധ ഖുർആൻ, അതേപോലെ തന്നെ ഹദീത്ത്, അതുകൊണ്ട് എന്ത് ചെയ്യുക? അമല് ചെയ്യുക. രണ്ടാമത്തെ കാര്യമായി അദ്ദേഹം പറയുന്നത് പിന്നെ മടങ്ങിപ്പോകുന്ന പരലോകത്തേക്ക് വേണ്ടി എന്ത് ചെയ്യുക? നമ്മൾ ഒരുങ്ങുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ സ്വകാര്യതകളിൽ, പരസ്യമായ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ ഭയപ്പെടുക. ഇതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള മുത്തഖികളാകാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞ എല്ലാ വാചകങ്ങളെയും, ഹദീത്തുകളെയും, അതേപോലെ തന്നെ പണ്ഡിതന്മാരുടെ ഖൗലുകളെയും ചേർത്ത് വെച്ചുകൊണ്ട് തഖ്വയെ നമുക്ക് ചുരുക്കി പറയുകയാണ് എങ്കിൽ, തഖ്വ എന്ന് പറഞ്ഞാൽ ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിക്കലാണ് തഖ്വ. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിക്കലാണ് തഖ്വ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കലാണ് തഖ്വ. അള്ളാഹു നിർബന്ധമാക്കിയത് പ്രവർത്തിക്കലാണ് തഖ്വ. അള്ളാഹുവിനെയും അവൻ്റെ ശിക്ഷയെയും ഭയന്ന് ജീവിക്കുക, അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. പരലോകത്തിന് വേണ്ടി തയ്യാറാകലാണ്, പരലോകത്ത് വിജയിക്കാനുള്ള പണിയെടുക്കലാണ്, അധ്വാനിക്കലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിനോട് നന്ദി കാണിക്കാതെ അവനെ ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയാണ് പണ്ഡിതന്മാർ തഖ്വയെ നിർവചിച്ചിട്ടുള്ളത്. ഇനി ഞാൻ ആലോചിക്കേണ്ടത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്കേണ്ടത്, നമുക്ക് ഈ ഗുണമുണ്ടോ? തഖ്വയുള്ള ആളുകളായി നമ്മൾ ഓരോരുത്തരും മാറിയിട്ടുണ്ടോ? എങ്കിൽ നമ്മൾ ആരാണ്? നമ്മൾ വിജയികളാണ്. തഖ്വയുള്ള ആളുകളാകാനുള്ള 5 ഗുണങ്ങൾ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞു. 5 ഗുണങ്ങൾ. അതിലൊന്ന് അറിവ് നേടുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിവുണ്ടോ എങ്കിൽ നിങ്ങൾ തഖ്വയുള്ള ആളുകളാകും. ഞാൻ പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയാം. ഒരാൾ പള്ളിയിലേക്ക് വരികയാണ്. വെള്ളിയാഴ്ച ദിവസം ഒരാൾ പള്ളിയിലേക്ക് വരുമ്പോൾ, പള്ളിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് അയാൾ ബാങ്ക് കേൾക്കുന്നു. ജുമയുടെ ബാങ്ക് അയാൾ പള്ളിയിലേക്ക് കയറിയ ഉടനെയാണ് കേൾക്കുന്നത്. എന്താണ് അയാൾ ചെയ്യേണ്ടത്?
പല ആളുകളും സാധാരണ ചെയ്യാറുള്ളത്, ബാങ്ക് കേൾക്കുന്ന സമയത്ത് അവർ ആ പള്ളിയിൽ അവിടെ നിൽക്കും. അവർക്കൊരു സുന്നത്തറിയാം. എന്താ സുന്നത്ത്? തഹിയ്യത്ത് നിസ്കരിക്കണം ഇരിക്കണമെങ്കിൽ, തഹിയ്യത്ത് നമസ്കരിക്കണം ഇരിക്കണമെങ്കിൽ. അതുകൊണ്ട് തന്നെ മഹാഭൂരിപക്ഷം ആളുകളും വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ ഇവിടെ ബാങ്ക് കൊടുക്കുന്നു. അപ്പോൾ അവിടെ അങ്ങനെ നിൽക്കും. എന്നിട്ടോ അവർ ആ ബാങ്കിന് ഇജാബത്ത് കൊടുക്കും. അവർ പുണ്യമാണ് ആഗ്രഹിക്കുന്നത്, ശരിയാണ്. അവരുടെ മനസ്സിലുള്ള ചിന്ത എന്താണ്? പള്ളിയിൽ ഇരിക്കണമെങ്കിൽ തഹിയ്യത്ത് നിസ്കരിക്കണം, തഹിയ്യത്ത് നിസ്കരിക്കണമെങ്കിൽ ബാങ്ക് കൊടുത്തു കഴിയണം, ബാങ്കിന് ഇജാബത്ത് കൊടുക്കുക എന്നുള്ളത് സുന്നത്താണ്. അതാണ് അവരുടെ അറിവ്. ഞാൻ പറഞ്ഞത്, ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല, അറിവ് നേടിയാലുള്ള മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരാൾ പള്ളിയിലേക്ക് വന്നു, അയാൾ ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ അയാൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? അയാൾ ആദ്യം സുന്നത്ത് നിസ്കരിക്കണം. എന്തുകൊണ്ടാണ് അയാൾ സുന്നത്ത് നിസ്കരിക്കണം എന്ന് പറയുന്നത്? അയാൾ ആദ്യം സുന്നത്ത് നിസ്കരിക്കണം. ബാങ്കിന് ഇജാബത്ത് കൊടുക്കുന്നതിന് മുമ്പ് അയാൾക്ക് സുന്നത്ത് നമസ്കരിക്കലാണ് ഏറ്റവും ഗൗരവമുള്ള വിഷയമെന്ന് പറയാനുള്ള കാരണം എന്താണ്? അവിടെയാണ് അറിവുള്ള ആളുകളാണ് അള്ളാഹുവിനെ ഭയപ്പെടുക, അറിവുള്ള ആളുകളാണ് തഖ്വയുള്ള ആളുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. നോക്കൂ നിങ്ങൾ, അറിവുള്ള ഒരാൾ അയാൾ പള്ളിയിലേക്ക് വന്നാൽ ബാങ്ക് കൊടുക്കുന്നുണ്ടെങ്കിലും അയാൾ എന്ത് ചെയ്യും? ഉടനെ തഹിയ്യത്ത് നിസ്കരിക്കും. എന്തുകൊണ്ടറിയോ? ബാങ്കിന് ഇജാബത്ത് കൊടുക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. എന്നാൽ ഖുതുബ കേൾക്കുക എന്നുള്ളതോ അത് വാജിബായ കാര്യമാണ്, നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ സുന്നത്തായ കാര്യത്തെക്കാൾ വാജിബിനാണ് പരിഗണന കൊടുക്കേണ്ടത് എന്ന് ആർക്കാ മനസ്സിലാകുക? അറിവുള്ളയാൾക്കാ മനസ്സിലാകുക. അതുകൊണ്ടാണ് അറിവുള്ള ആളുകൾക്കാണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടാൻ സാധിക്കുക. ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. നമ്മൾ നമസ്കാരം നിർവഹിക്കുകയാണ്. നമസ്കാരത്തിലെ ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞു, രണ്ടാമത്തെ റക്അത്തിലേക്ക് നമ്മൾ എഴുന്നേൽക്കണം. എങ്ങനെ എഴുന്നേൽക്കുക? നമ്മൾ സുജൂദിലാണ്, സുജൂദിലെ പ്രാർത്ഥന കഴിഞ്ഞു, എന്നിട്ട് നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പല ആളുകളും നേരെ രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കും. എന്നാൽ അവിടെ ഒരു സുന്നത്തുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചവിടെ ഒരു ഇരുത്തമുണ്ട്. ഇസ്തിറാഹയുടെ ഇരുത്തം എന്നാണ് അതിന് പറയാ. ഇസ്തിറാഹയുടെ ഇരുത്തം അഥവാ ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നതിൻ്റെ മുൻപ് രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കുന്നത് പോലെ നമ്മൾ ഇരിക്കണം. ഇരുന്നതിന് ശേഷമാണ് രണ്ടാമത്തെ റക്അത്തിലേക്ക് നമ്മൾ എഴുന്നേൽക്കേണ്ടത്. അപ്പൊ നോക്കൂ നിങ്ങൾ, അറിവുണ്ട് എങ്കിൽ, നമുക്ക് ഇൽമുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഒരു മയ്യത്തിന്റെ കൂടെ മയ്യത്തിന് അതിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ അനുഗമിച്ചു. അങ്ങനെ അനുഗമിച്ച് നമ്മൾ മയ്യത്ത് നമസ്കരിച്ചു നമ്മൾ ജനാസ മറമാടി തസ്ബീത്തിനെ ചോദിച്ചു. ആ തസ്ബീത്ത് ചോദിച്ചു, കുറച്ചു നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു നമ്മൾ തിരിഞ്ഞു പോന്നു. ഹദീസിലെ പ്രയോഗം എന്താ? അയാൾക്ക് 2 ഖീറാത്ത് പ്രതിഫലമുണ്ട്. 2 ഖീറാത്ത് പ്രതിഫലം. ഒരു ഖീറാത്ത് എന്താണെന്നറിയോ? ഉഹുദ് മലയോളം എന്നാണ്. ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞാൽ മദീനയുടെ ചാരത്ത് കിടക്കുന്ന ഉഹുദ് മലയുടെ നീളവും അതിൻ്റെ വിശാലതയും കണ്ടവരാണ് നമ്മൾ. ആ ഉഹുദ് മലയോളം പ്രതിഫലം. എന്തിന്? മയ്യത്ത് നമസ്കരിച്ച ഒരാൾ മടങ്ങിപ്പോന്നു എങ്കിൽ അയാൾക്ക് 1 ഖീറാത്ത് പ്രതിഫലം. മയ്യത്ത് നമസ്കരിച്ചു, ജനാസ സംസ്കരണത്തിൽ പങ്കെടുത്തു, ഖബറിലേക്ക് ഇറക്കി വെച്ചു, തസ്ബീത്ത് ചോദിച്ചു, മണ്ണിട്ട് തിരിച്ചു പോന്നു. അങ്ങനെയാണെങ്കിൽ 2 ഖീറാത്ത് പ്രതിഫലം. ആർക്കാ തഖ്വ ഉണ്ടാകുക? അറിവുള്ളയാൾ എന്ത് ചെയ്യും? 2 ഖീറാത്ത് കൂലി കിട്ടാൻ വേണ്ടി അയാൾ പരിശ്രമിക്കും. വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം. ഹദീസിൽ വന്ന വിഷയമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വിഷയമാണ്. ഇങ്ങനെ അറിവ് നേടുക എന്നുള്ളതാണ് തഖ്വയുള്ള ആളുകളുടെ ഒന്നാമത്തെ അടയാളം. നമ്മൾ ജമാഅത്ത് നിസ്കരിക്കും. ജമാഅത്ത് നിസ്കാരത്തിൽ നമ്മൾ ഫാത്തിഹ ഓതി, അതേപോലെ തന്നെ ഫാത്തിഹ ഓതി സൂറത്തും ഓതി എന്താ ചെയ്യുക? സൂറത്തും ഫാത്തിഹയും ഓതിയാൽ ഉടനെ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കൂഇലേക്ക് പോകും. അവിടെ ഒരു സുന്നത്തുണ്ട്. അവിടെ പ്രവാചകന്റെ ഒരു ചര്യയുണ്ട്. എന്താണ് ആ ചര്യ? പല ആളുകളും പഠിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഫാത്തിഹ ഓതി അതേപോലെ തന്നെ സൂറത്ത് ഓതി നമ്മൾ എന്ത് ചെയ്യണം? ഒരല്പസമയം നമ്മൾ മൗനം അവലംബിച്ച് നിൽക്കണം, മിണ്ടാതെ നിൽക്കണം. എന്നിട്ടാണ് നമ്മൾ റുക്കൂഇലേക്ക് പോകേണ്ടത്. ഞാനിതാരെയെങ്കിലും എല്ലാവരും വിവരമില്ലാത്ത ആളുകളാണ്, അറിവില്ലാത്തവരാണ് എന്ന് പറയാൻ വേണ്ടി പറയുന്ന വാചകങ്ങളല്ല, മറിച്ച് തഖ്വ നേടുന്ന ആളുകളുടെ അടയാളമാണ് അറിവുണ്ടാക്കുക എന്നുള്ളത്. അറിവുള്ള ആളുകൾക്ക് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ സാധിക്കും. അപ്പം എന്ത് ചെയ്യും? അവർ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കും. അതാണ് തഖ്വ. അള്ളാഹുവിൻ്റെ അജ്ർ ആഗ്രഹിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കുക അറിവുള്ള ആളുകൾക്കാണ്. അതുകൊണ്ട് തന്നെ അറിവ് നേടാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരാൾ നബിദിനം ആഘോഷിക്കണം. എന്താ നബിദിനാഘോഷം? റബീഉൽ അവൽ മാസം കടന്നു വരുമ്പോൾ റബീഉൽ അവൽ 12 അന്ന് ഒരു തിങ്കളാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പ്രത്യേകമായ ആഘോഷം സംഘടിപ്പിക്കുക. നബി ജനിച്ചതിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ അവർ വിചാരിക്കണം എന്താ? അത് പുണ്യമുള്ള കാര്യമാണെന്നാണ്, അത് കൂലി കിട്ടുന്ന കാര്യമാണെന്നാണ്.
എന്നാൽ സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നബിദിനം പുണ്യമുള്ള കാര്യമായിരുന്നുവെങ്കിൽ ആദ്യം കാണിച്ചു തരേണ്ടത് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി ചെയ്തിട്ടുണ്ടോ? ഇല്ല. നബിയുടെ ശേഷം ജീവിച്ച 4 ഖലീഫമാര് അവരാരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതേപോലെ തന്നെ അയിമ്മത്തിൻ്റെ ഇമാമുകൾ ആരെങ്കിലും ചെയ്തോ? ഇല്ല. നബിദിനം എന്ന് പറയുന്ന ആഘോഷം ഉണ്ടായത് തന്നെ ഹിജ്റ 600-ന്റെ ശേഷമാണ് എന്ന്, നബിദിനം പുണ്യമാണ് എന്ന് പറയുന്ന ആളുകൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു വിമർശനമല്ല. ഞാൻ പറയുന്നത് അറിവുണ്ടാകുമ്പോഴാണ് തെറ്റുകളിൽ നിന്ന്, ബിദ്അത്തുകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ തഖ്വയുള്ള ആളുകളുടെ അടയാളം എന്താ? അവർ അറിവുള്ള ആളുകളായിരിക്കും. രണ്ടാമത്തെ വിഷയം എന്താ അറിയോ? തഖ്വയുള്ള ആളുകളുടെ രണ്ടാമത്തെ അടയാളം, അവർ അള്ളാഹുവിനെയും റസൂലിനെയും പരിപൂർണമായിട്ട് എന്ത് ചെയ്യും? അനുസരിക്കും. പരിപൂർണമായി അനുസരിക്കും. വളർന്നു വരുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഈ ഖുത്ബ കേൾക്കുന്നുണ്ട് അല്ലേ? കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവരുടെയൊക്കെ മുഖത്ത് താടി രോമങ്ങൾ വളരാൻ തുടങ്ങും. താടി രോമങ്ങൾ വളരാൻ തുടങ്ങി. എത്ര ഹദീസ് ഉണ്ട് അറിയോ? 24 ഹദീസ് ഉണ്ട്. ഒന്നല്ല, രണ്ടല്ല, 24 ഹദീസ് ഉണ്ട്. എന്തിന്? താടി വളർത്തണമെന്ന് പറയുന്ന സ്വഹീഹായ 24 ഹദീസ്. ഇസ്ലാമിലെ പുണ്യങ്ങളെടുത്ത് പരിശോധിച്ചോളൂ. 24 മണിക്കൂറും നമുക്ക് കൂലി കിട്ടുന്ന അമലേതാ? 24 മണിക്കൂറും കൂലി കിട്ടുന്ന അമല് അത് താടി വളർത്തലാണ്. താടി വളർത്തലാണ്. മനസ്സിലായോ? താടി വളർത്തുക എന്നുള്ളത് നബിയുടെ സുന്നത്താണ്, നബിയുടെ ചര്യയാണ്. താടി വടിക്കരുത് എന്ന് പ്രവാചക തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് നബിയെ അനുസരിക്കുന്ന ആളുകളാകണം. നമ്മളൊന്ന് എഴുന്നേറ്റ് നിന്നാൽ നമ്മുടെ പാൻറ് എവിടെയാ? ഞെരിയാണിൻ്റെ താഴെയാണോ? എങ്കിൽ നബിയെ അനുസരിക്കുന്നവരല്ല നമ്മൾ. നമ്മുടെ പാൻറ് ഞെരിയാണിയുടെ മുകളിലായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞെരിയാണിയുടെ താഴെ വസ്ത്രം ധരിക്കുന്നത് ആ ഭാഗം നരകത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് എന്ത് വേണം? തഖ്വയുള്ള ആളുകൾ അവരെന്ത് ചെയ്യും? അല്ലാഹുവിനെ റസൂലിനെ അനുസരിക്കും. അള്ളി റസൂലും പറഞ്ഞത് കേൾക്കും. അവർ ഉമ്മാനനുസരിക്കും, ബാപ്പാനനുസരിക്കും, അധ്യാപകരനുസരിക്കും, സഹപാഠികളോട് നന്നായി പെരുമാറും. അത് തഖ്വയുള്ള ആളുകളുടെ അടയാളമാണ്. അതേപോലെ തന്നെ നോമ്പിന്റെ ലക്ഷ്യം എന്താ? കഴിഞ്ഞ റമദാനിൽ നമ്മൾ നോമ്പ് നോറ്റു. എന്തിനാ നോമ്പ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ള ആളുകളാകാൻ വേണ്ടിയാണ്. നോമ്പ് നോൽക്കുക എന്നുള്ളത് തഖ്വയുള്ള ആളുകളാകുക എന്നതിന് വേണ്ടിയാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകളായിരിക്കും തഖ്വയുള്ള ആളുകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരികളെ, പ്രായമുള്ള സുഹൃത്തുക്കളെ ആലോചിച്ച് നോക്കൂ. എന്നാണ് ഖുർആൻ അവസാനമായിട്ട് ഓതിയത്? ഖുർആനും നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ? റമദാനിൽ വലിയ ബന്ധമായിരുന്നു ഖുർആനുമായിട്ട്. റമദാൻ കഴിഞ്ഞാൽ ഖുർആൻ തുറക്കാത്ത മനുഷ്യന്മാർ വരെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് ദറബ്നാ ലിന്നാസി ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസലിൻ ലഅല്ലഹും യതദക്കറൂൻ. അല്ലാഹു പഠിപ്പിക്കാണ്, തീർച്ചയായും ഈ ഖുർആനിൽ ജനങ്ങൾക്ക് വേണ്ടി നാം എല്ലാവിധത്തിലുള്ള ഉപമകളും വിവരിച്ചിട്ടുണ്ട്, അവർ ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഖുർആനൻ അറബിയ്യൻ ഗൈറ ദി ഐബജിൻ ലഅല്ലഹും യത്തഖൂൻ. എന്താ അല്ലാഹു പറയുന്നത്? ഒട്ടും വക്രതയില്ലാത്ത അറബി ഭാഷയിലുള്ള ഖുർആൻ അവർ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടിയുള്ളതാണ്. ഖുർആൻ എന്തിനാ? തഖ്വയുള്ള ആളുകളാകാൻ വേണ്ടിയാണ്, ഭക്തിയുള്ള ആളുകളാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ നമ്മുടെ ജീവിതത്തിൽ സമയമുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ഫേസ്ബുക്ക് നോക്കാത്ത ദിവസമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഇൻസ്റ്റഗ്രാം തുറക്കാത്ത ദിവസമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അതേപോലെ തന്നെ ട്വിറ്ററും മറ്റുള്ള സോഷ്യൽ മീഡിയകളും എല്ലാം നമ്മൾ നോക്കുന്നുണ്ട്, എല്ലാം നമ്മൾ റോൾ ചെയ്ത് പോകുന്നുണ്ട്, നമ്മൾ തോണ്ടി പോകുന്നുണ്ട്. എന്നാൽ ഖുർആനുമായിട്ടുള്ള ബന്ധം എന്താ? ഖുർആനുമായി കൊണ്ട് നമ്മുടെ ബന്ധം എന്താണ്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആൻ പഠിക്കാൻ, അത് വായിക്കാൻ, മനസ്സിലാക്കാൻ, അതിൻ്റെ ആളുകളാകാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമയം കണ്ടെത്തണം. ഇല്ല എങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഭക്തി കുറഞ്ഞ ആളുകളാണ് നമ്മൾ എന്നാണ്. അതുകൊണ്ട് എന്ത് വേണം? ഖുർആനായിട്ട് ബന്ധം ഉണ്ടാകണം, ഖുർആനുമായി ബന്ധമുള്ള ആളുകളാകണം. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ ആദ്യത്തെ ആയത്തുകൾ എന്താ? മുത്തഖീങ്ങളായ ആളുകളുടെ അടയാളം പറയാണ്. മുത്തഖീങ്ങളായ ആളുകൾ അവരാരാ? അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. എനിക്ക് ഉറപ്പുണ്ട്, ഈ പള്ളിയിൽ ഇരിക്കുന്ന ആളുകൾ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. അല്ലാഹ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്, ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല, നമ്മുടെ കാതുകൊണ്ട് അതിൻ്റെ ശബ്ദം നമ്മൾ കേട്ടിട്ടില്ല, എങ്കിലും നമ്മൾ വിശ്വസിക്കുന്നു അല്ലേ? ആ ഗുണം നമുക്കുണ്ട്. പിന്നെന്താ? അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ്, മുത്തഖീങ്ങൾ നിസ്കരിക്കുന്ന ആളുകളാണ്. അതേപോലെ തന്നെ അവർക്ക് നൽകപ്പെട്ടതിൽ നിന്ന് ചെലവാക്കുന്ന ആളുകളാണ്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിലും ഹദീസിലും മുത്തഖീങ്ങളുടെ ഗുണങ്ങളേറെ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഗുണങ്ങൾ പഠിക്കുക, അവ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അതിലൂടെയാണ് പരലോകത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കുക. അല്ലാഹു ആ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്
الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വേലക്കാരുമായി ബന്ധപ്പെട്ട് അവരൊക്കെ മുന്നിലുള്ള സമയത്ത് ഒരു ഭൃത്യൻ വുദുവെടുക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവന്നു. വെള്ളത്തിൻ്റെ പാത്രം അത് ഇദ്ദേഹത്തിൻ്റെ കാലിലേക്ക് വീഴുകയും വെള്ളം നഷ്ടപ്പെടുകയും മുറിവുണ്ടാവുകയും ചെയ്തു. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. സ്വാഭാവികമായും സംഭവിക്കുന്നൊരു ദേഷ്യം വന്നു. അങ്ങനെ അദ്ദേഹം ദേഷ്യപ്പെടാൻ വേണ്ടി തല ഉയർത്തിയ സമയത്ത് ആ വൃത്യയായ ജാരിയത്തായ പെണ്ണ് അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഭക്തിയുള്ള ആളുകളുടെ അടയാളമെന്ന് പറഞ്ഞാൽ ദേഷ്യം വരുന്ന സമയത്ത്, കോപമുണ്ടാകുന്ന സമയത്ത് ആ കോപത്തെ പിടിച്ചു വെക്കുന്ന ആളുകളാണ് നല്ല മനുഷ്യന്മാർ, ഭക്തിയുള്ള ആളുകൾ. ഇത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ദേഷ്യപ്പെടാൻ പോവാണ്. അദ്ദേഹത്തിൻ്റെ കാലിൽ മുറിവ് പറ്റിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പാത്രം പൊട്ടിയിട്ടുണ്ട്, അദ്ദേഹത്തിന് വെള്ളം നഷ്ടമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം ദേഷ്യപ്പെടാൻ പോകുമ്പോഴാണ് ആര് പറയുന്നത്? ഭൃത്യൻ പറയുന്നത് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ദേഷ്യം വരുമ്പോൾ കോപം പിടിച്ചു വെക്കണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു എന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഖലംതു ഐളി, ഞാൻ എൻ്റെ കോപത്തെ പിടിച്ചു വെച്ചു, ഞാൻ ദേഷ്യപ്പെടുന്നില്ല. വീണ്ടും അവർ പറഞ്ഞു, കാലത്ത് അവർ പറഞ്ഞു, വൽ ആഫീന അനിന്നാസ്. അള്ളാഹു അത് പറഞ്ഞതിൻ്റെ ശേഷം അള്ളാഹു പറഞ്ഞു, ജനങ്ങൾക്ക് എന്ത് ചെയ്യണം? അവർക്ക് അഫൂ കൊടുക്കണം, മാപ്പ് കൊടുക്കണം, അവരോട് മാപ്പ് കൊടുക്കണം, വിട്ടുവീഴ്ച ചെയ്യണം. അവരുടെ അടുക്കൽ വല്ല തെറ്റൊക്കെ സംഭവിച്ചാൽ വിട്ടുവീഴ്ച ചെയ്യണം. അത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖദ് ഗഫല്ലാഹു അൻകി, അള്ളാഹു നിനക്ക് പുറത്തു തരട്ടെ, ഞാൻ നിനക്ക് മാപ്പ് നൽകിയിരിക്കുന്നു, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഖാലത്ത്, ആ പെണ്ണ് വീണ്ടും പറഞ്ഞു, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് എന്തു പറഞ്ഞിട്ടാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹ്സിനുകളായ ആളുകളെ, നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാണ് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത്. അത് കേട്ട സമയത്ത് അദ്ദേഹം പറഞ്ഞു എന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഖാല ഫദ്ഹബി ഫഅൻതി ഹുർ, നീ പൊയ്ക്കോളൂ, നീ സ്വതന്ത്രയാണ്, നീ ഇനി മുതൽ അടിമയല്ല, നീ സ്വതന്ത്രയാണ്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിക ചരിത്രത്തിൽ പല രീതിയിൽ റിവായത്ത് ചെയ്യപ്പെട്ട, പല ആളുകളുടെ പേരിലേക്ക് ചേർക്കപ്പെട്ട പ്രസിദ്ധമായൊരു ചരിത്രമാണിത്. ആ സ്വഹാബിയെ കൊണ്ട് എന്തുകൊണ്ടാണ് ദേഷ്യം പിടിച്ചു വെക്കാൻ കാരണമായത്, മാപ്പ് കൊടുക്കാൻ കാരണമായത്, അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് അവരെ സ്വതന്ത്രയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്? അതാണ് തഖ്വയുള്ള ആളുകളുടെ അടയാളം എന്ന് പറഞ്ഞാൽ. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കേൾക്കുമ്പോൾ, വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനകൾ കാണുമ്പോൾ ആ കൽപ്പനകളെ നമ്മൾ പാലിക്കണം. ഞാൻ എല്ലാവരുടെയും ശ്രദ്ധയിൽ, പ്രത്യേകിച്ച് സ്കൂളിലെയും കോളേജിലൊക്കെ വിദ്യാർത്ഥികളോട്, വെള്ളിയാഴ്ച ദിവസം അള്ളാൻ്റെ ഒരു കൽപ്പനയാണെന്ത്? യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, ജുമുഅക്ക് നിങ്ങളെ ക്ഷണിച്ചാൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആ വിളി കേട്ട് പള്ളിയിൽ വരണം എന്നാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവിടെ കുറേ കുട്ടികൾ പള്ളിയിലേക്ക് വന്നു, അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. എത്ര കുട്ടികളുണ്ട്, മുസ്ലിങ്ങളായ കുട്ടികൾ, പലരും പള്ളിയിൽ വരാത്ത എത്രയോ ആളുകളുണ്ട്, അവർക്കിത് അറിയില്ല. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, ജുമുഅക്ക് നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾ പള്ളിയിൽ വരണം. അംറാണത്, വാജിബാണത്, നിർബന്ധമായ കൽപ്പനയാണത്. അതുകൊണ്ട് തന്നെ ആ വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാകണം, അന്ന് അള്ളാൻ്റെ ഒരു കൽപ്പന ഉണ്ട്, പള്ളിയിലേക്ക് വരണമെന്ന ചിന്ത നമുക്കുണ്ടാകണം. അങ്ങനെയാണ് തഖ്വയുള്ള ആളുകൾ. പള്ളിയിലേക്ക് വന്നാൽ എന്ത് ചെയ്യണം? അവർ 2 റക്അത്ത് നിസ്കരിക്കണം. അതേപോലെ തന്നെ ആദ്യത്തെ സ്വപ്പിൽ വന്നിരിക്കണം. പള്ളിയിൽ വന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ച് കുട്ടികൾ അത് മനസ്സിലാക്കാത്ത ആൾക്കാരാണ്. എന്തറിയോ? ജുമയുടെ ഖുത്ബ നടക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. ഖുത്ബ നടക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. എത്രമാത്രം എന്നറിയോ? ഒരാൾ സംസാരിക്കുന്നത് ഒരാൾ കണ്ടു, അപ്പം അയാളുടെ നമ്മൾ മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞു. ശബ്ദം ഉണ്ടാക്കല്ല, അതുപോലും പറയാൻ പാടില്ല. വേറെ ഒരാളോട് മിണ്ടാതിരിക്ക്
എന്ന് പറയുന്നത് പോലും കുറ്റകരമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യണം? ജുമാക്ക് വരുമ്പോൾ അതിൻ്റെ അദബുകൾ, അതിൻ്റെ മര്യാദകളൊക്കെ പാലിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ആ ജുമായിൽ പങ്കെടുത്തതിൻ്റെ എല്ലാ പുണ്യവും നമുക്ക് കിട്ടണം. അങ്ങനെ ദീന് നമ്മൾ പഠിക്കണം. നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മാതൃകയാകുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. നമ്മളെ കണ്ട ആളുകൾ എന്ത് ചെയ്യണം? ഇസ്ലാമിനെ പഠിക്കണം. നമ്മുടെ സഹപാഠികൾ നമ്മളിലൂടെ എന്താണ് ഇസ്ലാമി എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഭക്തിയുള്ള ജീവിതം നയിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുണ്ട്, അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, അല്ലാഹു അവർക്ക് നല്ല ജോലി നൽകി അവരെയും അവരുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിദേശ രാജ്യങ്ങളിലും മറ്റു പല സ്ഥലങ്ങളിലും ജയിലുകളിൽ നിരപരാധികളായി കഴിയുന്ന മനുഷ്യന്മാരുണ്ട്, അല്ലാഹു അവർക്ക് മോചനം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാ മിൻഹും വൽ അംവാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.